ജനങ്ങൾ വിട്ടില്ലട്ടാ. ആ ജനങ്ങൾ എന്താ ചെയ്തത് അറിയോ? ആ സമൂഹം ചെയ്ത അക്രമങ്ങൾ ആലോചിക്കണം. ഖാലു, അവര് പറഞ്ഞു, ഇന്നാ തതയ്യർനാ ബിക്കും ലഇല്ലം തൻതഹൂ ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ആ ജനത പറഞ്ഞത് ഇന്നാ തതയ്യർനാ ബിക്കും. അവർ പറഞ്ഞു, ഞങ്ങളുടെ സർവ്വ ലക്ഷണക്കേടും നിങ്ങളെ കൊണ്ടാണ്. പിന്നെ അവർ ഇവരെ മേത്ത് കിടക്കുകയാണ്, ഇങ്ങോട്ട് തിരിച്ച് അടിക്കാണ് അവര്. ഞങ്ങൾക്ക് സർവനാശങ്ങൾ ഉണ്ടായത് ഇപ്പൊ കണ്ടില്ലേ, ഈ കൊല്ലം മഴ ചെയ്തിട്ടില്ല, അതൊക്കെ നിങ്ങളെ കൊണ്ടാണ്. നബിമാരോട് അവർ പറയാൻ, എന്ത് അവലക്ഷം ഉണ്ടായിരുന്നാലും പിന്നെ അതൊക്കെ ഇവരെ കൊണ്ടാണ്. അതിനാൽ ഇല്ലം തന്തഹോ, നിങ്ങൾ ഈ പരിപാടി നിർത്തുന്നില്ലെങ്കിൽ, നിങ്ങൾ ഈ പ്രബോധന ദൗത്യം നിർത്തുന്നില്ലെങ്കിൽ, അനർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ കല്ലെറിയും, എറിഞ്ഞോടിക്കും ഞങ്ങൾ. വലയമസ്സന്നക്കും മിന്നാ അദാബുൻ അലീം, ഞങ്ങളിൽ നിന്ന് വേദനയിട്ട അദാബ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹ് അയച്ച ദൂതന്മാർക്കാണത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാഹു തആല റസൂലായി അയച്ച ദൂതന്മാർക്ക് അനുഭവിക്കേണ്ടി വന്ന അവസ്ഥയാണത്. അപ്പൊ സ്വാഭാവികമായിട്ടും സത്യസന്ധമായി ഒരാൾ അള്ളാഹുവിന്റെ വചനങ്ങളുടെ പ്രബോധനത്തിന് വേണ്ടി നിലകൊണ്ടാൽ പ്രയാസങ്ങളും ദുരിതങ്ങളും എതിർപ്പുകളും കഷ്ടപ്പാടുകളും ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയല്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹിനെ അല്ലാഹു തആല സാന്ത്വനപ്പെടുത്തുകയാണ്. മുൻകഴിഞ്ഞു പോയ ആളുകളുടെ കഥ റസൂലേ തങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്. ഖാലൂ ത്വാഇറുക്കും മഅകും ഇൻ ദുക്കിർതും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. ദൂതന്മാര് പറഞ്ഞു, ത്വാഇറുക്കും മഅകും, നിങ്ങളുടെ ലക്ഷണക്കേട് നിങ്ങളെ കൂടെ തന്നെയാണ്, ഞങ്ങളെ കൊണ്ട് ഉണ്ടായതല്ല. നിങ്ങളുടെ തകരാറ് കൊണ്ട്, നിങ്ങളുടെ അവിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ചു പോയ ലക്ഷണക്കേടാണ്. നിങ്ങളോട് ഒരു നല്ല കാര്യം ഉത്ബോധിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ഞങ്ങളോട് പ്രതികരിക്കുന്നത്? നിങ്ങളൊരു വല്ലാത്ത അതിരുവിട്ടുപോയ ജനത തന്നെ. ഇങ്ങനെ നിരന്തരം അവരോട് സതുപദേശം ചെയ്തിട്ടും നന്നാക്കാൻ ശ്രമിച്ചും കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ആ ദൂതന്മാരെ ആ ജനങ്ങൾ കല്ലെറിഞ്ഞു. അങ്ങനെ അവരെ കൊല്ലാനൊരുങ്ങാണ്. അള്ളാഹുവിന്റെ മുർസലീങ്ങളെ കൊല്ലാനൊരുങ്ങാണ്. എത്രയോ മുർസലീങ്ങളെ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു തആലക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല. فجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. പെട്ടെന്നാണ് ആ നഗരത്തിന്റെ വിദൂരമായ കോണിൽ നിന്ന് ഒരാൾ ധൃതിപ്പെട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ഈ മുർസലീങ്ങളെ പിന്തുടരണം. അപ്പൊ എന്താ സംഭവം അറിയോ? ഒരാളുണ്ടായിരുന്നു, കുറെ കാലമായി ഈ നബിമാര് പ്രബോധനം തുടങ്ങിയിട്ട് ഒരു മനുഷ്യൻ മാത്രമാണ് ഈ നബിമാരിൽ വിശ്വസിച്ചത്. പക്ഷെ അയാൾ പോലും അയാളുടെ വിശ്വാസം അയാൾ പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, സ്വകാര്യമാക്കി വെച്ചതാണ്. പക്ഷെ ഇത് നബിമാരെ കൊല്ലും എന്നുള്ളവർക്ക് എത്തിയപ്പോൾ പിന്നെ അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് അയാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ഈ നബിമാരെ പിൻപറ്റിക്കോളൂ, മുർസലീങ്ങളെ പിന്തുടർന്നുകൊള്ളൂ, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ഒരാളായിരുന്നു അതെന്ന് തഫ്സീറുകളിലൊക്കെ കാണാൻ പറ്റും. ഹബീബുൻ നജ്ജാർ, ആ മനുഷ്യൻ മാത്രമാണ് ഒരു ഒറ്റ വിശ്വാസി ഒരു നാട്ടിലുണ്ടായത്. എന്നിട്ട് അയാൾ അത് വെളിപ്പെടുത്തുന്നത് ഈ ഒരു അവസാന നിമിഷത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിലാണ്. നബിമാരെ ഇവര് വധിക്കുമെന്ന് വന്നപ്പോൾ ഇത് പറഞ്ഞപ്പോ, ഇത്തബിഊ മല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഖ്തദൂൻ. എന്നിട്ട് അദ്ദേഹം അവരോട് ന്യായവാദം പറയുകയാണ്. ഇത്തബിഊ മല്ലാ യസ്അലുക്കും അജ്റാ, നിങ്ങളോട് കൂലി ചോദിക്കാത്ത ആളുകളോട് നിങ്ങൾ പിന്തുടർന്നുകൂടെ? നിങ്ങൾക്ക് ഈ നബിമാർ നിങ്ങളോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ, അവര് ജോലിയേറ്റ് വന്നതല്ലല്ലോ. ഇത് പ്രബോധനം എന്ന് പറഞ്ഞ ഒരു ജോലിയല്ലാതെ, ദീനിന്റെ ദഅവത്ത് ഒരു ശമ്പളം കിട്ടുന്ന പണിയല്ലാതെ, വരുമാനം ഉണ്ടാക്കാനുള്ള ഏർപ്പാടല്ലാതെ, അത് ഒരു ദൗത്യമാണ്. ആ ദൗത്യം നിർവഹിക്കുന്ന ആളുകളോട് നിങ്ങൾ പിന്തുടരുക. വഹും മുഖ്തദൂൻ, അവര് സന്മാർഗം സിദ്ധിച്ചവരാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. അപ്പൊ ആ ജനങ്ങൾ ഇവരെ നേരെ തിരിഞ്ഞു, മൂപ്പരെ നേരെ തിരിഞ്ഞിട്ട്, നീ ഇവരെ കൊണ്ട് വിശ്വസിച്ച ആളാണല്ലേ, നീ ഇവര് പറയുന്ന അള്ളാഹുൽ വിശ്വസിച്ച ആളാണല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിക്കാതിരിക്കാൻ എനിക്കെന്താണ്? വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. എന്നെ പടച്ച അള്ളാഹു, ആ അള്ളാഹുവിലേക്കാണ് എനിക്ക് മടങ്ങിപ്പോകാനുള്ളത്. അങ്ങനെയുള്ള അള്ളാഹുവിനെ വിശ്വസിക്കാതിരിക്കാൻ എനിക്കെന്താ തലക്ക് വെട്ടുണ്ടോന്ന്? ബുദ്ധിയുള്ള ആള് വിശ്വസിക്കൂലേ? എന്നെ പഠിച്ചത് ഈ അള്ളയാണ്, ആ അള്ളാഹിന്റെ അടുത്തേക്ക് എനിക്ക് പോകേണ്ടത്, പിന്നെ ഞാൻ വിശ്വസിക്കാതിരുന്നിട്ട് എന്താ കാര്യം? അപ്പൊ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞു. ആ സമയത്ത് أتخذ من دونه آلهة إن يردنا الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون.
എന്റെ അള്ളാഹുവിനെ വിട്ട് വേറെ ഇലാഹുകളെ ദൈവങ്ങളെ ഉണ്ടാക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, റഹ്മാനായ റബ്ബിനിക്ക് വല്ല വിഷമവും നിശ്ചയിച്ചാൽ ഈ ദൈവങ്ങൾ എന്നെ സഹായിക്കുമോ? അവർക്ക് ആ ബുദ്ധിമുട്ട് അകറ്റാൻ കഴിയുമോ? അവർക്ക് അള്ളാഹിന്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യാൻ കഴിയുമോ? ഒരു ഉപകാരവും ചെയ്യാത്ത, എന്നെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിഗ്രഹങ്ങൾക്ക് ഞാൻ ആരാധിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്നീ ഇദല്ലഫീ ളലാലിൻ മുബീൻ. അങ്ങനെ ചെയ്യുന്ന ഞാനൊരു വലിയ ദുർമാർഗിയായി പോകില്ലേ? ആ മനുഷ്യൻ ഈ പ്രവാചകന്മാർക്ക് വേണ്ടി ആ ജനങ്ങളോട് ന്യായവാദം നടത്തി. അതിനാൽ ഇന്നീ ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ, ദൂതന്മാരെ ഞാൻ നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നു, എന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ഞാനിതാ ഏകനായ അല്ലാഹുവിൽ വിശ്വസിച്ചു കഴിഞ്ഞു. ഒരൊറ്റ മനുഷ്യൻ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ആ ധിക്കാരികളായ ജനത സാധുവായ മനുഷ്യനെ ആക്രമിച്ചു. അവസാനം ആ മനുഷ്യനെ കല്ലെറിഞ്ഞവർ കൊന്നുകളഞ്ഞു, ഹബീബുൻ നജ്ജാറിനെ. ആ സമയത്ത്, മരണാസന്നനായ സമയത്ത് ഹബീബുൻ നജ്ജാർ പറയുകയാണ്, ഹബീബുൻ നജ്ജാറിനോട് മരണാസന്നനായ സമയത്ത് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് സുവിശേഷം അറിയിക്കാൻ വന്ന റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞപ്പോൾ, സജ്ജനങ്ങൾക്ക് കിട്ടാനുള്ള ഗുണാണ്. അവർക്കിപ്പോ കഷ്ടപ്പാട് അനുഭവിച്ചു വെച്ചാൽ നഷ്ടമൊന്നുമില്ല. കാരണം മരിക്കാൻ പോണ നേരത്ത് സ്വർഗ കണ്ണിക്കാണ്, പിന്നെ മരിക്കാനൊരുങ്ങൂലെ ആളുകൾ. അതായിരുന്നല്ലോ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ ഒക്കെ വിശ്വാസത്തിന്റെ മഹിമ. അവര് സ്വർഗാണ് കാണുന്നത്, പിന്നെ അവർക്ക് എന്താ പേടിക്കാന്? അവർക്കൊന്നും പേടിക്കാനില്ലല്ലോ. മരിക്കാൻ ഒരുങ്ങ ഒരാളെ കൊല്ലുന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ കഴിയുമോ? അവര് മരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അവര് ആഗ്രഹിക്കുന്ന സ്വർഗാണ്. علي إذ لقيتها ذرابها جعفر الطيار. മൂത്തത്തിന്റെ രണാങ്കണത്തിൽ വെച്ച് പാടിയില്ലേ, യാ ഹബ്ബദൽ ജന്നത വഖ്തിറാബുഹാ, സ്വർഗത്തിന്റെ സാമീപ്യം എത്ര ആസ്വാദ്യകരമാണ്. തയ്യിബത്തുൻ ബാരിദത്തുൻ ശറാബുഹാ, അതിന്റെ പാനീയം എത്ര വിശുദ്ധമാണ്, എത്ര മാധുര്യമൂറിയ, എത്ര മനോഹരമായ തണുപ്പുള്ള പാനീയമാണ്. എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? രണാങ്കണത്തിൽ ഊരിപ്പിടിച്ച വാളുമായി വട്ടം കറങ്ങുമ്പോൾ, അവരുടെ കൈകൾ വെറ്റേറ്റ് താഴെ വീഴുമ്പോൾ, അവരുടെ മുതുകുകളിൽ അമ്പേൽക്കുമ്പോൾ, അവരുടെ പാർശ്വഭാഗങ്ങളിൽ ശത്രുക്കളുടെ കുന്തം കൊണ്ടുള്ള കുത്തേൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നോ അവർ മുറിവിന്റെ വേദന അനുഭവിക്കുകയാണെന്ന്? അല്ല, അവരാ സമയത്ത് ആ മുറിവുകളിൽ ആസ്വദിക്കുന്നത് സ്വർഗീയമായ പാനീയത്തിന്റെ ആസ്വാദനമാണ്. അതിന്റെ കുളിർമയാണ് അവർ ആസ്വദിക്കുന്നത്. അവരുടെ കണ്ണുകളിൽ കാണുന്നത് സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങളാണ്. അവരുടെ കണ്ണുകളിൽ കാണുന്നത് സ്വർഗത്തിലുള്ള ആസ്വാദ്യ വസ്തുക്കളാണ്, മണിമേടകളാണ്. അവരുടെ കാതുകളിൽ കേൾക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നഹ്നുൽ ഖാലിദാത്തു നഹ്നുൽ ഖാലിദാത്തു ഫലാ നബിദു അബദാ ഫലാ നബിദു എന്ന് താരാട്ട് പാടി കാത്തിരിക്കുന്ന ഹൂറുല്ലീങ്ങളുടെ സുന്ദര ഗാനത്തിന്റെ ശബ്ദമാണ് അവരുടെ കാതുകളിൽ അവർ കേൾക്കുന്നത്. അതാണ് വിശ്വാസികളുടെ, ദൃഢവിശ്വാസികളുടെ, ശുഹദാക്കന്മാരുടെ അന്ത്യരംഗം. അതുപോലുള്ളൊരു അന്ത്യരംഗമാണ് ഹബീബുൻ നജ്ജാറിനുണ്ടാകുന്നത്. സത്യവിശ്വാസം പ്രഖ്യാപിച്ചതിന്റെ കാരണത്താൽ ഏറുകൊണ്ട് ബോധരഹിതനായി വീഴുമ്പോൾ, മരണാസന്നനായ സമയത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വന്നു ഉദ്ഖുലിൽ ജന്ന, സ്വർഗീയാരാമത്തിലേക്ക് ഇങ്ങ് പോര് എന്ന് പറഞ്ഞ് ക്ഷണിക്കുമ്പോൾ, അപ്പോൾ പോലും ആ നിഷ്കളങ്കനായ മനുഷ്യൻ പറയുന്നത് എന്താണെന്നറിയുമോ? ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. ഹബീബുൻ നജ്ജാർ പറയുകയാണ്, എന്റെ സമുദായം അറിഞ്ഞിരുന്നുവെങ്കിൽ, ബിമാ ഗഫറ ലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നത്,
വജഅലനീ മിനൽ മുക്രമീൻ, എന്നെ സർവാദരണീയരായ ബഹുമാന്യരായ അവന്റെ ഉത്തമന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ എന്നെ ചേർത്തിയതും എന്നിട്ട് എന്നെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നതും എന്റെ നാട്ടുകാരറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അവർക്കും ഹിദായത്ത് കിട്ടുമായിരുന്നല്ലോ. ഒരു പ്രബോധകന്റെ മനോഭാവമാണ്. നിങ്ങൾ നോക്കി, അവരാണ് എറിഞ്ഞത്, അവരാണ് കുത്തിയത്, അവർ ഈ അക്രമൊക്കെ കാണിച്ചിട്ട് മരിക്കുമ്പോൾ മൂപ്പർ ആഗ്രഹിക്കുന്ന പടച്ചോനെ എനിക്ക് കിട്ടിയ നിയമത്തിറ്റങ്ങൾ അറിഞ്ഞാൽ അറ്റങ്ങൾക്ക് ഹിദായത്ത് കിട്ടുമായിരുന്നല്ലോ, അവർക്ക് ഈ സ്വർഗം കിട്ടുമായിരുന്നല്ലോ. ആ മനോഭാവം നോക്കി നിങ്ങൾ. അതാണ് ഒരു പ്രബോധകന്റെ മനസ്സ്. ആരോട് ശത്രുത ഉണ്ടാവില്ല. ഇങ്ങോട്ട് ഏത് അക്രമം കാണിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് കിട്ടണമെന്നേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോഴും മൂപ്പര് ആഗ്രഹിക്കുന്ന അതാണല്ലോ, എന്നെ ആക്രമിച്ച ആളുകൾ എനിക്കതാൽ സ്വർഗം കിട്ടി, ഇവരൊക്കെ നരകത്ത്